പേര് ജോബിൻ. നമുക്കൊരു വെറൈറ്റി മൈൻഡ് ഇൻഫ്ലുവൻസിങ് മെൻ്റലിസം എഫക്റ്റ് ചെയ്താലോ? ഓക്കെ, ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കും. പക്ഷേ ആ ചോദ്യം ചോദിക്കുന്ന മുമ്പ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ എഴുതി വയ്ക്കും. ഉത്തരം ഞാൻ എഴുതി വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ ചോദ്യം ചോദിക്കുകയുള്ളൂ. അപ്പം ചോദ്യം ചോദിച്ചതിന് ശേഷം ബ്രോ ആ ഉത്തരം പറയുമ്പോൾ ഞാൻ എഴുതി വെച്ച ഉത്തരമായിരിക്കും. എന്നുവെച്ചാൽ ഇതിനെ പറയുന്ന മൈൻഡ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയും. നമുക്കൊരാൾക്ക് ഒരു ആൻസർ നമുക്ക് ഇഞ്ചക്റ്റിംഗ് എന്ന് പറയും. ഇഞ്ചക്റ്റിംഗ് എന്ന മെൻ്റലിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, ഞാൻ ആദ്യം ഉത്തരം എഴുതാണ്. ഉത്തരം എഴുതിയിട്ട് ഞാൻ ചോദ്യം ചോദിക്കോളെ. പിന്നെ മൈൻഡ് റീഡിങ് പോലെ അത്ര എളുപ്പമല്ല. മൈൻഡ് ഇൻഫ്ലുവൻസിങ് എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. ഒരു ട്രൈ മാത്രമാണ്. ബ്രോയ്ക്ക് ഇപ്പോൾ ഏജ് എത്രയുണ്ട്? 18 വയസ്സാണ്. നാട് എവിടെയാണ് ബ്രോടെ? ഓക്കെ ഓക്കെ, ഞാനിവിടെ ഒരു ഉത്തരം എഴുതി ഞാൻ വെച്ച് കഴിഞ്ഞു. ഇനി ആണ് ഞാൻ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ബ്രോ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഫ്രൂട്ട്സുകൾ കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ച ഫ്രൂട്ട്സുകൾ, എനിക്ക് ഈ കഴിച്ചിട്ടുള്ള ഫ്രൂട്ട്സുകൾ കുറേ ഉണ്ട്. ഞാനെല്ലാം എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊരു ഫുഡ് ലവറാണ്. ഞാൻ കഴിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഒന്ന് വായിക്കാൻ പോവുകയാണ്, ക്യാമറ കാണാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി. ഓറഞ്ച്, ആപ്പിൾ, മാംഗോ, ഗ്രേപ്സ്, വാട്ടർമെലൺ, പൈനാപ്പിൾ, സ്ട്രോബെറി, പപ്പായ, ഗുവ, ചെറി, കിവി, അവക്കാഡോ, ബനാന, പാഷൻ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്. ഈ 15 ഫ്രൂട്ട്സിന് എഴുതി വെച്ചിട്ടുണ്ട്. ബ്രോയുടെ പറയും ഈ 15 എണ്ണത്തിൽ ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ബ്രോ ഏത് സെലക്ട് ചെയ്യും? സെലക്ട് ചെയ്യാൻ പറയുന്ന മുമ്പ് എൻ്റെ കയ്യിലൊന്ന് ടച്ച് ചെയ്യോ? കയ്യിലുണ്ട് ഒന്ന് ഷോസ് ഒന്ന് എടുക്കും. ഷോസ് എടുക്കും. എൻ്റെ കണ്ണിൻ്റെ ഈ ഒരു പോർഷനിൽ നോക്കുക. 2 കണ്ണിൻ്റെ ഇടയിൽ ഈ ഒരു പോർഷനിൽ ഒന്ന് ബ്രീത്ത് ഔട്ട്. ഓക്കെ. മനസ്സ് ശരീരം ഫുൾ റിലാക്സ് ആയിക്കോണേ. ഇനി പറയോ, ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏത് സെലക്ട് ചെയ്യും? ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. 15 എണ്ണത്തിൽ പൈനാപ്പിൾ സെലക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാരണമുണ്ടോ? പൈനാപ്പിൾ ബ്രോ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ആൻസർ ഇവിടെ പ്രഡിക്റ്റ് ചെയ്ത് വെച്ചായിരുന്നല്ലോ. എനിക്കിതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ബ്രോയുടെ ചോദിച്ചാൽ ബ്രോ പൈനാപ്പിൾ തന്നെ പറയുമായിരുന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് മൈൻഡ് ഇൻഫ്ലുവൻസിങ് ആയതുകൊണ്ട് ചിലപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. ഒരു ട്രൈ മാത്രമേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. ഞാൻ എഴുതിയ പ്രഡിക്ഷൻ ഒന്ന് നോക്കിയാലോ? ഓക്കെ, ഞാൻ പ്രഡിക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ സക്സസ് ആവില്ല. നമുക്ക് എൻ്റെ പ്രഡിക്ഷൻ നോക്കാം. ഞാനിതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പൈനാപ്പിൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എഴുതി വെച്ചതിന് ശേഷമാണ് ഞാൻ ചോദിച്ചത്. ഇതിനാണ് മൈൻഡ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.